നമസ്തേ. ശ്രീമദ് വാൽമീകി രാമായണം അയോധ്യാകാന്ഡം തുടരുന്നു. ഓം വാഗീശാത്യാ സുമനസഃ സർവാർത്ഥനാമുപക്രമേ യന്നത്വാ കൃതകൃത്യാ ശിസ്തന്നമാമി ഗജാനനം ദോർഭിർയുക്താ ചതുർഭിസ്ഫടികമണിമയീ മക്ഷമാലാം ദധാന ഹസ്തേനൈകേന പദ്മം സിതമപി ച ശുകം പുസ്തകം ചാപരേണ ഭാസാകുന്ദേന്ദുശംഖസ്ഫടികമണിനിഭാ ഭാസമാനാ സമാനാ സാ മേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്നാ കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഇനി അഷ്ടമ സർഗം, എട്ടാം സർഗം. മന്ധരോപജാപ, മന്ധരയുടെ ദുരാലോചന. ശ്രീരാമൻ്റെ പട്ടാഭിഷേകത്തെ സംബന്ധിച്ച് മന്ധര കൈകേയിയുടെ അടുത്ത് ചെന്ന് പറഞ്ഞതാണ് കഴിഞ്ഞ സർഗത്തിൽ നമ്മൾ കണ്ടത്. ഈ സന്തോഷ വാർത്ത കൈകേയി കേട്ടപ്പോൾ സമ്മാനമായി ഒരു മാല മന്ധരയ്ക്ക് നൽകി. എന്നാൽ ഇത് വലിച്ചെറിഞ്ഞ മന്ധര അടുത്ത ഘട്ടത്തിൽ സപത്നിയുടെ അസൂയയെയും വെറുപ്പിനെയും ആണ് ആയുധമാക്കുന്നത്. ആ ഒരു വികാരം ഉണർത്തിവിട്ട മന്ധര ജയിക്കുന്നു. കൗസല്യയുടെ മേൽക്കോയ്മ സഹിക്കാനാവാത്ത കൈകേയി മന്ധരയുടെ വാഗ്ധോരണിയിൽ വീഴുന്നു. ഇതുവരെ നീ ചെയ്തതിനെല്ലാം രാമമാതാവ് പകരം ചോദിക്കും എന്ന് പറഞ്ഞ് മന്ധര ഭയപ്പെടുത്തുന്നുമുണ്ട്. തുടരാം. മന്ധരാദൊഭ്യയു അസൂയൈനാമുത്സൃജ്യാഭരണം ച തത് ഉവാചേദം തതോ വാക്യം കോപദുഃഖസമന്വിതാ ഹർഷം കിമിദമസ്ഥാനേ കൃതവത്യസി ബാലിശേ ശോകസാഗരമധ്യസ്ഥമാത്മാനം നാവബുദ്ധ്യസേ മനസാ പ്രഹസാമി ത്വാം ദേവി ദുഃഖാദിദാ സദീ യച്ഛോദിതവ്യേ ഹൃഷ്ടാസി പ്രാപ്യേദം വ്യസനം മഹദ് ശോചാമി ദുർമതിത്വം തേ കാഹി പ്രാജ്ഞാ പ്രഹർഷയേത് ഹരേ സവഗ്നീ പുത്രസ്യ വൃദ്ധിം മൃത്യോരിവാഗതാം ഭരതാദേവ രാമസ്യ രാജ്യസാധാരണാദ്ഭയം തദ്വിചിന്യ വിഷണ്ണാസ്മി ഭയം ഭീതാധിജായതേ. ആ സമയം ഈ സംഗതിയിൽ മന്ധര കോപവും ദുഃഖവും ഉൾക്കൊണ്ടവളായി ഏറെ വെറുത്തുകൊണ്ട് ആ ആഭരണത്തെയും വലിച്ചെറിഞ്ഞ് കൈകേയിയോട് ഇപ്രകാരം പറഞ്ഞു. സമയോചിതം പോലെ വേണ്ടത് ചെയ്യുവാൻ ഉപേക്ഷ ചെയ്യുന്നവളെ തന്നെ ശോകസാഗരത്തിൻ്റെ നടുവിൽ ആണ്ടുകിടക്കുന്നവളായി അറിയാതിരിക്കുമെന്നല്ലോ. ഇതെന്തൊരാശ്ചര്യമാണ്! അസ്ഥാനത്തിൽ ഇങ്ങനെ സന്തുഷ്ടി കൈക്കൊള്ളുന്നുവല്ലോ. ഹേ രാജ്ഞി, ഈ സമയം വലുതായ വ്യസനമുണ്ടായിരിക്കെ ദുഃഖിക്കേണ്ടതായ സംഗതിയിൽ നിന്തിരുവടി സന്തോഷിക്കുകയാണ് ചെയ്യുന്നത്. കാരണത്താൽ ഞാൻ ദുഃഖപീഡിതയായിരുന്നിട്ട് നിന്തിരുവടിയെ ഉള്ളുകൊണ്ട് ഹസിക്കുകയാണ് ചെയ്യുന്നത്. സ്വബോധമുള്ള ഏതൊരുവൾ തന്നെയാണ് സപത്നി പുത്രനും കാലനു തുല്യനുമായ ശത്രുവിനുണ്ടാകുന്ന ശ്രേയസിനെക്കുറിച്ച് ആഹ്ലാദിക്കുന്നത്. ഇന്ദ്രിവടിയുടെ ബുദ്ധിമോശത്തെപ്പറ്റി ഞാൻ ദുഃഖിക്കുന്നു. ഒരുവന് ആപത്തെന്നുള്ളത് അവനാൽ യാതൊരുവിന് ഭയമോ അവങ്കൽ നിന്ന് തന്നെയാണ് ഉളവാകുന്നത്. രാജ്യത്തിനൊപ്പം അവകാശിയായ ഭരതങ്കൽ നിന്ന് തന്നെ ആണ് രാമനു ഭയം. അതിനെ ആലോചിച്ച് ഞാൻ ദുഃഖിക്കുന്നു. ലക്ഷ്മണോ ഹി മഹേശ്വാസോ രാമം സർവാത്മനാഗത ശത്രുഘ്നശ്ചാപി ഭരതം കാകുസ്ഥാ ലക്ഷ്മണോ യഥാ പ്രത്യാസന്നക്രമേണാപി ഭരതസ്യൈവ ഭാമിനി രാജ്യക്രമോ വിപ്രകൃഷ്ടസ്തയോസ്താവത് കനീയസോ വിദുഷ ക്ഷത്രചാരിത്രേ പ്രാജ്ഞസ്യ പ്രാപ്തകാരിണ
ഭയാത് പ്രവേപേ രാമസ്യ ചിന്തയന്തി തവാത്മജം സുഭഗാ ഖലു കൗസല്യാ യസ്യാ പുത്രോഭിഷേക്ഷ്യതേ യൗവരാജ്യേന മഹദാ പുഷ്യേണ ദ്വിജോത്തമൈഃ പ്രാപ്താം സുമഹതീം പ്രീതിം പ്രതീതാം താം ഹതദ്വിഷം ഉപസ്ഥാസ്യസി കൗസല്യാം ദാസീവത്വം കൃതാഞ്ജലി ഏവം ച ത്വം സഹാസ്മാഭിസ്തസ്യാ പ്രേഷ്യാ ഭവിഷ്യസി പുത്രശ്ച തവ രാമസ്യ പ്രേഷ്യഭാവം ഗമിഷ്യതി ഹൃഷ്ടാ ഖലു ഭവിഷ്യന്തി രാമസ്യ പരമാശ്രിയ അപ്രഹൃഷ്ടാ ഭവിഷ്യന്തി സ്നുഷാസ്തേ ഭരദക്ഷയേ താം ദൃഷ്ട്വാ പരമപ്രീതാം ബ്രുവന്തീം മന്ധരാം തദ രാമസ്യൈവ ഗുണാൻ ദേവീ കൈകേയീ പ്രശംസഃ. വില്ലാളി വീരനായ ലക്ഷ്മണൻ ശ്രീരാമന് എല്ലാവിധത്തിലും അനുകൂലമായ വിധത്തിൽ നടക്കുന്നു. ലക്ഷ്മണൻ രാമങ്കൽ എപ്രകാരമോ അപ്രകാരം തന്നെയാകുന്നു ഭരതൻ്റെ സംഗതിയിൽ ശത്രുഘ്നനും ഇരിക്കുന്നത്. ഹേ സുന്ദരി, ഭരതനേക്കാളും താഴെയുള്ളവരായ അവർ രണ്ടുപേരും നേരെ അടുത്തുള്ളവർ തന്നെയാകുന്നു എന്നുള്ള കാരണത്താൽ രാജ്യാവകാശം അകന്നിരിക്കുന്നു. നിന്തിരുവടിയുടെ പുത്രൻ്റെ സംഗതിയിൽ നല്ല വിദ്വാനും രാജ്യതന്ത്രത്തിൽ നല്ല നിപുണനും സംയോജിതം പോലെ പ്രവർത്തിപ്പാൻ അറിയുന്നവനും രാമൻ്റെ ഉപദ്രവമുണ്ടാകുമെന്ന ഭയത്താൽ ദുഃഖം പൂണ്ടവളായി ഞാൻ നടുങ്ങുന്നു. യാതൊരുത്തിയുടെ പുത്രൻ നാളെ പൂയം നാളിൽ ബ്രാഹ്മണോത്തമന്മാരാൽ മഹിമയേറിയ യുവരാജാവായി പട്ടാഭിഷിക്തനാകുവാൻ പോകുന്നുവോ ആ കൗസല്യാണ് സൗഭാഗ്യവതിയായി തീർന്നിരിക്കുന്നത്. വിരോധികളെയെല്ലാം അടക്കി പരമസന്തുഷ്ടിയെ പ്രാപിച്ചവളായി ഉത്കൃഷ്ട പദവിയിൽ വർത്തിക്കുന്നവളായ എല്ലാവരാലും കൊണ്ടാടപ്പെട്ടവളായി ആ കൗസല്യാദേവിയെ നിന്തിരുവടി ദാസി എന്ന പോലെ കൈകൂപ്പിക്കൊണ്ട് ഉപചരിക്കുവാൻ പോകുന്നു. നിന്തിരുവടി ഇപ്രകാരം തന്നെ ഞങ്ങളോടും കൂടി അവളുടെ ദാസിയായി തീരുവാൻ പോകുന്നു. നിന്തിരുവടിയുടെ മകനും രാമന് അടിമയെന്നുള്ള അവസ്ഥയെ പ്രാപിപ്പാൻ പോകുന്നു. ശ്രീരാമൻ്റെ ഒന്നിനും കൊള്ളരുതാത്ത സ്ത്രീജനങ്ങൾ സന്തുഷ്ടന്മാരായി ഭവിക്കും. നിന്തിരുവടിയുടെ യോഗ്യതയുള്ള സ്ത്രീകളാകട്ടെ ഭരതൻ അവമതിക്കപ്പെട്ടു നിൽക്കെ മനസ്സിടിഞ്ഞവരായി തീരുവാൻ പോകുന്നു. അത്യന്തം കർണകഠോരമാം വിധം പറയുന്നവളായ ആ മന്ധരയെ നോക്കി ആ സമയം കൈകേയി രാജ്ഞി ശ്രീരാമൻ്റെ ശ്ലാഘ്യമായ ഗുണഗണങ്ങളെ തന്നെ ഇപ്രകാരം വർണ്ണിച്ചു. ആശ്ചര്യം. ധർമ്മജ്ഞോ ഗുരുഭിർദാന്ത കൃതജ്ഞ സത്യവാക്ശുചി രാമോ രാജ്ഞ സുതോ ജ്യേഷ്ഠോ യൗവരാജമതോ അർഹതി ഭ്രാതൃൻ പ്രത്യാംശ്ച ദീർഘായു പിതൃവത് പാലയിഷ്യതി സന്തപ്യസേ കഥം കുബ്ജേ ശ്രുത്വാ രാമാഭിഷേചനം ഭരതശ്ചാപി രാമസ്യ ധ്രുവം വർഷശതാത് പരം പിതൃപൈതാമഹം രാജ്യമവാപ്സ്യതി നരർഷഭ സാ ത്വമഭ്യുദയേ പ്രാപ്തേ വർത്തമാനേ ച മന്ധരേ ഭവിഷ്യതി ച കല്യാണേ കിമർത്ഥം പരിതപ്യസേ യഥാ മേ ഭരതോ മാന്യസ്തഥാ ഭൂയോ അപി രാഘവ കൗസല്യാദോതിരിക്തം ചസോനുശുശ്രൂഷതേ ഹിമാം രാജ്യം ച യദി രാമസ്യ ഭരതസ്യാപി തഥാ മന്യതേ ഹി യഥാത്മാനം തഥാ ഭ്രാതൃംശ്ച രാഘവ കൈകേയീ വചനം ശ്രുത്വാ മന്ധരാ പൃഷദുഃഖിതാ ദീർഘമുഷ്ണം വിനിശ്വസ്യ കൈകേയീമിദമബ്രവീത് അനർത്ഥദർശിനീ മൗർഖ്യാദാത്മാനം നാവബുദ്ധ്യസേ ശോകവ്യസനവിസ്തീർണേ മജ്ജന്തം ദുഃഖസാഗരേ. ശ്രീരാമൻ ധർമ്മമാർഗം തെറ്റാത്തവൻ, മഹാന്മാരാൽ വഴിപോലെ അഭ്യസിപ്പിക്കപ്പെട്ടവൻ, സൗശീല്യയുക്തനായ പുണ്യാത്മാവ്, അന്യനുള്ള ഒന്നിനെയും ആഗ്രഹിക്കാത്ത ശുദ്ധഹൃദയൻ, സത്യസന്ധൻ, മഹാരാജാവിൻ്റെ ജ്യേഷ്ഠകുമാരൻ, അക്കാരണത്താലും യുവരാജാവായിരിക്കാൻ തക്ക യോഗ്യതയോട് കൂടിയവനായിരിക്കുന്നു. സഹോദരന്മാരെയും ഭൃത്യന്മാരെയും അച്ഛൻ എന്ന പോലെ തന്നെ തൻ്റെ ജീവകാലം മുഴുവനും സംരക്ഷിക്കും. കൂനി. ശ്രീരാമാഭിഷേകം വർത്തമാനത്തെ കേട്ട് എന്തിനു വേണ്ടിയാണ് നീ ദുഃഖിക്കുന്നത്? ഏറെ കൊല്ലങ്ങൾ കഴിഞ്ഞ് ശ്രീരാമന് ശേഷം തലമുറയായി വന്ന രാജ്യത്തെ പുരുഷോത്തമനായ ഭരതനും നിശ്ചയമായും പ്രാപിക്കും. അല്ലേ മന്ധരെ? ഇപ്പോൾ നടപ്പാൻ പോകുന്നതും എല്ലാവരാലും ആഗ്രഹിക്കപ്പെട്ടതും ധർമ്മശാസ്ത്രത്തെ അനുസരിക്കുന്നതും ആയ
മഹോത്സവമായിരിക്കുമ്പോൾ നീയൊരുത്തി മാത്രം എന്തിനായിട്ടാണ് പരിതപിക്കുന്നത്? ഭരതൻ എനിക്ക് പ്രിയപ്പെട്ടവൻ തന്നെ. അപ്രകാരമാണെന്നാലും ആ ശ്രീരാഘവൻ അതിലുമേറെയാകുന്നു. എന്തെന്നാൽ കൗസല്യാദേവിയേക്കാൾ അധികമായി തന്നെ എന്നെ സ്നേഹിച്ചുപചരിക്കാറുണ്ട്. ശ്രീരാമൻ ഭ്രാതാക്കന്മാരെ തൻ്റെ പ്രാണനെ പോലെ വിചാരിക്കുന്നു. അതിനാൽ രാജ്യം ശ്രീരാമൻ്റേതായിരുന്നാലും അത് ഭരതൻ്റേതായും ഇരിക്കുമെന്നതിന് സംശയമില്ല. മന്ധര കൈകേയി ദേവിയുടെ വാക്കുകേട്ട് മുമ്പേതിലും അധികം ദുഃഖം പൂണ്ടവളായി ചുടുചുട നെടുവേർപ്പെട്ടുകൊണ്ട് കൈകേയിയോടായി ഇപ്രകാരം ബോധിപ്പിച്ചു. അജ്ഞതയ്ക്ക് ഒരു ഉദാഹരണമായി വിളങ്ങുന്നവളായ ഭവതി നിന്തിരുവടിയെ അത്യാപത്തുകൊണ്ടുള്ള ശോകത്താൽ നിറയപ്പെട്ടതും അസഖ്യമായതുമായ കടലിൽ ആണ്ടിക്കിടക്കുന്നവളെന്ന് മൂഢത കൊണ്ടാണ് അറിയാതിരിക്കുന്നത്. ഭവിതാ രാഘവോ രാജാ രാഘവസ്യ ചയ സുത രാജവംശാത്തു ഭരത കൈകേയീ പരിഹാസ്യതേ നഹി രാജ്ഞ സുതാ സർവേ രാജ്യേ തിഷ്ടന്തി ഭാമിനി സ്ഥാപ്യമാനേഷു സർവേഷു സുമഹാനനയോ ഭവേത്. തസ്മാത് ജ്യേഷ്ഠേ ഹി കൈകേയി രാജ്യതന്ത്രാണി പാർത്ഥിവാ സ്ഥാപയന്ത്യനവത്യാംഗീ ഗുണവത്സിതരേഷു ച അസാവത്യന്ത നിർഭഗ്നസ്തവ പുത്രോ ഭവിഷ്യതി അനാഥവത്സുഖേഭ്യശ്ച രാജവംശാച്ച വത്സലേ. സാർഹം ത്വദർത്ഥേ സംപ്രാപ്താ ത്വം തു മാം നാവബുദ്ധ്യസേ സപത്നിവൃദ്ധൗ യാമേ ത്വം പ്രദേയം ദാതുമിച്ഛസി. ധ്രുവം തു ഭരതം രാമ പ്രാപ്യ രാജ്യമകണ്ഠകം ദേശാന്തരം നായയിതാ ലോകാന്തരമഥാഭിവാ ബാല ഏവ ഹി മാതുല്യം ഭരതോ നായിതസ്ത്വയാ സന്നികർഷാച്ച സൗഹാർദ്യം ജായതേ സ്ഥാവരേഷ്വപി. ഭരതസ്യാപ്യനുവശ ശത്രുഘ്നോऽപി സമാഗത ലക്ഷ്മണോ ഹി യഥാ രാമം തഥാ സൗ ഭരതം യഥാ. അല്ലേ കൈകേയിയമ്മേ, രാമൻ രാജാവായി വാഴും. അതിൽ പിന്നെ രാമൻ്റെ പുത്രൻ ആരോ അവൻ തന്നെ. ഭരതൻ രാജാക്കന്മാരുടെ പരമ്പരയിൽ നിന്ന് ത്യജിക്കപ്പെടുക തന്നെ ചെയ്യും. രോഷമാർന്നവളെ, ഒരു രാജാവിൻ്റെ മക്കൾ എല്ലാവരും തന്നെ രാജ്യാധികാരാവകാശത്തിൽ നിൽക്കുകയില്ല. എന്തെന്നാൽ എല്ലാവരും രാജ്യാവകാശികളായും വളരെ കുഴപ്പം ഉണ്ടാകുന്നതാണ്. ശുദ്ധമനസ്കായ ഹേ കൈകേയി, അതിനാൽ തന്നെയാണ് രാജാക്കന്മാർ മറ്റുള്ളവരിലും ഉത്തമ ഗുണങ്ങളാൽ ആർന്നവരിൽ വെച്ച് ശ്രേഷ്ഠനായവങ്ങൾ മാത്രം രാജ്യവ്യവഹാരങ്ങളെ ഫലമേൽപ്പിക്കുന്നത്. പുത്രവാത്സല്യമുള്ളവളെ, നിന്തിരുവടിയുടെ ഓമനപുത്രനായ അദ്ദേഹവും തന്നെ സഹായിപ്പാൻ ആരുമില്ലാതെ രാജ്യാവകാശത്തിൽ നിന്നും രാജ്യസമ്പത്തുകളിൽ നിന്നും തീരെ ഛേദിക്കപ്പെട്ടവനായി ഭവിച്ചു പോകും. ഞാൻ നിന്തിരുവടിയുടെ ക്ഷേമത്തെ മാത്രം ഉദ്ദേശിച്ചാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്രകാരമുള്ള ഭവതി എന്നെ ഇക്കാര്യത്തിൽ ശരിയായി അറിയുന്നില്ല. അപ്രകാരം അറിയാതിരിക്കുന്ന യാതൊരു ഭവതി എനിക്ക് സപത്നിയുടെ അഭിവൃദ്ധിയിൽ സമ്മാനം നൽകുവാൻ ആഗ്രഹിക്കുന്നു. രാമനാണെങ്കിൽ രാജ്യത്തെ പ്രാപിച്ച ശേഷം യാതൊരു ഉപദ്രവവും ഇല്ലാതിരിക്കാൻ വേണ്ടി ഭരതനെ മാത്രം വേറെ ദേശത്തിലേക്കാകട്ടെ യമലോകത്തിലേക്കാകട്ടെ നിശ്ചയമായും അയച്ചു കളയും. ഭരതനോ ശുദ്ധമനസ്കനായ യുവാവ് ഭവതിയാൽ തന്നെ അമ്മാവൻ്റെ ഗൃഹത്തിലേക്ക് അയക്കപ്പെട്ടിരിക്കുന്നു. സ്ഥാപന സ്വത്തുക്കളുടെ കാര്യത്തിലും കൂടി അടുത്തിരുന്നാൽ മാത്രമേ സ്നേഹം ഉണ്ടാകുന്നുള്ളൂ. രാമന് ലക്ഷ്മണൻ എങ്ങനെയോ അങ്ങനെ തന്നെ ഭരതന് ശത്രുഘ്നൻ ഒരുവൻ മാത്രം പറഞ്ഞ പ്രകാരം നടക്കുന്നവനാകുന്നു. ഇവനും ഭരതൻ്റെ കൂടെ തന്നെ പോയിക്കളഞ്ഞു. ശ്രൂയതേ ഹി ദ്രുമ കശ്ചിത് ഛേതവ്യോ വനജീവിഭി സന്നികർഷാദിഷീകാഭിർമോചിത പരമാദ്ഭയാത് ഗോപ്താ ഹി രാമം സൗമിത്രില്ലക്ഷ്മണം ചാഭിരാഘവ അശ്വിനോരിവ സൗഭ്രാത്രം തയോർലോകേഷു വിശ്രുതം. തസ്മാനലക്ഷ്മണേ രാമ പാപം കിഞ്ചിത് കരിഷ്യതി രാമസ്തു ഭരതേ പാപം കുര്യാദേവന സംശയ. തസ്മാദ്രാജഗൃഹാദേവ വനം ഗച്ഛതു തേ സുത ഏതദ്ധിരോചതേ മഹ്യം ഭൃശം ചാഭിഹിതം തവ. ഏവം തേ ജ്ഞാതിപക്ഷസ്യ ശ്രേയശ്ചൈവ ഭവിഷ്യതി. യതി ചേത് ഭരതോ ധർമാത് പിത്ര്യം രാജ്യമവാപ്സ്യതി.
സതേ സുഭോജിതോ ബാലോ രാമസ്യ സഹജോരിവു സമൃദ്ധാർത്ഥസ്യ നഷ്ടാർത്ഥോ ജീവിഷ്യതി കഥം വശേ അഭിദ്രുതമിവാരണ്യേ സിംഹേന ഗജയൂഥപം പ്രച്ഛാദ്യമാനം രാമേണ ഭരതം ത്രാതുമർഹസി. കാട്ടിൽ വിറകുവെട്ടി ഉപജീവിക്കുന്നവരാൽ വെട്ടുവാൻ ഉദ്ദേശിക്കപ്പെട്ടതായ ഒരു മരം നായ്ക്കരിമ്പുകളാൽ അടുത്തിരുന്ന് എന്ന കാരണത്താൽ ആകുന്ന ആപത്തിൽ നിന്നും രക്ഷിക്കപ്പെട്ടു എന്ന് കേൾവിയുണ്ടല്ലോ. രാമൻ ലക്ഷ്മണനെയും അന്യോന്യം വിട്ടുപിരിയാതിരിക്കുന്നു. അവരിരുവരുടെയും സഹോദര സ്നേഹം സൂര്യദേവന് സപ്ഞ എന്ന ത്വാശ്രീദേവിയിൽ ഇരട്ടപ്പെട്ടുണ്ടായ അശ്വിനി ദേവന്മാരുടെ എന്ന പോലെ ലോകങ്ങളിലെങ്ങും അറിവുള്ള സംഗതിയാകുന്നു. ആയതുകൊണ്ട് ശ്രീരാമൻ ലക്ഷ്മണന്റെ കാര്യത്തിൽ ദോഷത്തെ ഒരെള്ളോളം കൂടി ചെയ്യുകയില്ല. ഭരതന്റെ കാര്യത്തിലാകട്ടെ രാമൻ ദോഷത്തെ ചെയ്തേ ഇരിക്കുകയുള്ളൂ എന്നതിന് സംശയമില്ല. അതിനാൽ ഇന്ദ്രിവടിയുടെ പുത്രൻ കോവിലകത്ത് നിന്ന് കാട്ടിലേക്ക് തന്നെ പോയി കളയട്ടെ. ഇതാണ് എനിക്ക് നല്ലതെന്ന് തോന്നുന്നത്. ഇന്ദ്രിവടിക്ക് ഏറ്റതായും ഇതിനേക്കാൾ നല്ലതായും വേറെ എന്താണുള്ളത്? ഇപ്രകാരം എല്ലാം ഇരുന്നാലും ഭരതൻ തന്നെ തൻ്റെ പൂർവികരുടെ രാജ്യത്തെ ധർമ്മശാസ്ത്രപ്രകാരം പ്രാപിക്കുന്നുവെന്ന് വരികിൽ ഇന്ദ്രിവടിക്കും ഭവതിയെ ചേർന്നവർക്കും പെരുമ ഉളവാകുന്നതാകുന്നു. ഇന്ദ്രിവടിയുടെ പുത്രൻ എത്രയോ ഓമനയായി വളർത്തപ്പെട്ടവൻ, പെരുമയേറിയ രാമന് അടുത്ത അനുജനായ ശത്രുവും നിർഭാഗ്യവാനും ആയ അവൻ. അപ്രകാരമുള്ള രാമന്റെ വശത്തിൽ എങ്ങനെയാണ് ജീവിച്ചിരിക്കുക? കാട്ടിൽ ആനത്തലവനെ ഒരു സിംഹത്താൽ എന്ന വണ്ണം രാമനാൽ എതിർക്കപ്പെട്ട് തടയപ്പെട്ടവനായ ഭരതനെ ആപത്തിൽ നിന്ന് കരകയറ്റുവാൻ ഭവതി മനസ്സ് വയ്ക്കേണ്ടതാണ്. ദർപ്പാന്നിരാകൃതാ പൂർവം ത്വയാ സൗഭാഗ്യവത്തയാ രാമമാതാ സപത്നീതേ കഥം വൈരം ന ധാരയേത്. യഥാ ഹി രാമ പൃഥിവീമവാപ്സ്യതി പ്രബോധരത്നാകരശൈലപത്തനാം തദാ ഗമിഷ്യസ്യ ശുഭം പരാഭവം സഹൈവ ദീനാ ഭരതേന ഭാമിനി. യഥാ ഹി രാമ പൃഥിവീമവാപ്സ്യതി ധ്രുവം പ്രനഷ്ടോ ഭരതോ ഭവിഷ്യതി. അതോ ഹി സഞ്ചിന്തയ രാജ്യമാത്മജേ പരസ്യ ചൈവാദ്യ വിവാസകാരണം. ഇതിനു മുമ്പ് മറ്റുള്ള ഭാര്യമാരേക്കാൾ ഭർത്താവ് തന്നെ സ്നേഹിക്കുന്നുവെന്നുണ്ടെന്നുള്ള ഗർവത്താൽ നിന്തിരുവടിയാൽ ഭവതിയുടെ സപത്നിയായ രാമമാതാവ് അവമതിക്കപ്പെട്ടിരിക്കുന്നു. ആ വൈരത്തെ കരുതി അവൾ എന്തുകൊണ്ട് പകരം ചോദിക്കുകയില്ല? കോപനശീലി രാമൻ എപ്പോൾ ആഴികളും മലകളും നഗരങ്ങളും ഉൾപ്പെട്ട ഭൂമിയെ പ്രാപിക്കുമോ അപ്പോൾ തന്നെ ഭരതനോട് കൂടെ തന്നെ ദൈന്യ ദശയിൽപ്പെട്ടവളായി അതികഷ്ടതരമായ അവമാനത്തെ ഭവതി പ്രാപിക്കുമാറാകും. രാമൻ ഭൂമിയെ പ്രാപിക്കും എന്ന് വന്നാൽ ഭരതൻ നിശ്ചയമായി നശിക്കുക തന്നെ ചെയ്യും. അതിനാൽ സ്വന്തം പുത്രന് പട്ടാഭിഷേകത്തെയും മറ്റവന് നാടുവിട്ടു പോകുവാനുള്ള ഉപായത്തെയും ഇപ്പോൾ തന്നെ നിന്തിരുവടി ആലോചിച്ചു കൊള്ളുക. ഇത്യാർഷേ ശ്രീമദ് രാമായണേ വാൽമീകിയെ ആദികാവ്യേ അയോധ്യാകാണ്ഡേ അഷ്ടമ സർഗ. 8ാം സർഗം സമാപ്തം. നമസ്തേ.